വെൽക്കം ടു നമസ്തേ ലിറ്റിൽ തിങ്സ്. ഞാൻ ഷൈനി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതിന് പ്രത്യേകമായ കാരണമുണ്ട് കൊണ്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് വളരെയധികം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉപകാരമാകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പല വീഡിയോകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് യു കെയിലോട്ട് വരാനിരിക്കുന്ന നേഴ്സുമാരായാലും പിന്നെ യു കെയിൽ തന്നെയുള്ള വളരെ കാലമായിട്ട് കെയറായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് നേഴ്സ് ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പല വീഡിയോകളിൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ യു കെയിലോട്ട് വരും, ഫോർ എക്സാമ്പിൾ അങ്ങനെ വരുമ്പോഴും, അല്ലെങ്കിൽ സൈഫ് പാത്വേ, അതായത് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ, കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എടുക്കുമ്പോഴും ഒക്കെയും പലപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എടുക്കുമ്പോഴൊക്കെ വ്യാജരേഖകൾ ഉണ്ടാക്കാറുണ്ട്. അത് പലപ്പോഴും ചെയ്യുന്നതാണ്. ഇപ്പം നാട്ടിൽ നിന്ന് യു കെയിലോട്ടൊരു നേഴ്സ് വരുന്നു, അവർക്ക് അവരുടെ കരിയറിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സപ്പോസ് ഇപ്പോൾ ഒരു 5 വർഷം 4 വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടായാൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നുള്ളതാണ് യു കെയിലെ നിയമം അനുസരിച്ച്. ഗ്യാപ്പ് എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്താണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതാണ് അവരോട് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമ്മൾ എവിടെയെങ്കിലും ക്ലിനിക്കിലോ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എഴുതി വാങ്ങിക്കും, ഈ 4 വർഷം നമ്മൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ തെറ്റായൊരു പ്രാക്ടീസാണ്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ചിലപ്പം ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ എവിഡൻസിന് വേണ്ടിയിട്ട് നാട്ടിൽ പഠിച്ച കോളേജിലോ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ എവിഡൻസ് എടുക്കാറുണ്ട്, ഒരു റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഇതുപോലെ വ്യാജമായിട്ട് പൈസ കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വ്യാജ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു കെയിൽ NMC രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും, സൈഫ് പാത്വേ ആണെങ്കിലും നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ NMC വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അവർ അതിനെതിരെ ആക്ഷൻ എടുക്കും. നിങ്ങൾക്ക് ഒരിക്കലും NMCയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ഷൻ അവരെടുക്കും. അതുപോലെ പലരും ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വ്യാജരേഖയിൽ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് കാരണം തിരിച്ച് അവരുടെ നാട്ടിലോട്ട് പോകേണ്ടി വന്നു. നമ്മൾ ഏതെങ്കിലും സ്പോൺസർഷിപ്പിലൂടെ വന്നു കഴിഞ്ഞാൽ NMCക്ക് അങ്ങനെ എൻക്വയറി ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്ത് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ പല ഓർഗനൈസേഷനിലും, പ്രൈവറ്റ് ഓർഗനൈസേഷനിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എടുക്കുമ്പം അതെപ്പോഴും നമ്മൾ കറക്റ്റായിരിക്കണം. ഒരിക്കലും നമ്മൾ അത് ഫോൾസ് ഡോക്യുമെൻ്റ് ആകാൻ പാടില്ല. ഇപ്പോൾ ഒരു 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ എഴുതുക എന്തുകൊണ്ട് ഗ്യാപ്പ് വന്നു. ഞാൻ പഠിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ എൻ്റെ പേരൻസിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ ലുക്ക് ആഫ്റ്റർ ചെയ്യൽ, കരിയർ ബ്രേക്കാണ്, അങ്ങനെ എന്തെങ്കിലും എഴുതുക. അല്ലാണ്ട് നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് റോങ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ഫോൾസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നാട്ടിൽ പലപ്പോഴും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, നേഴ്സിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് വീട്ടിലിരുന്നിട്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളൊരു മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു 1000 രൂപ കൊടുക്കും. ഒരു മാസത്തെയോ എല്ലാ മാസം 1000 രൂപ കൊടുക്കുമ്പോൾ ആ 1000 രൂപ കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് അവർ സർട്ടിഫിക്കറ്റ് തരും. അങ്ങനെയൊക്കെയുള്ള ഫോൾസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വരാതിരിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ഫോൾസ് ആയ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാക്കി വന്നിട്ട് നമ്മൾ ക്ലിനിക്കൽ ഏരിയയിൽ ചെല്ലുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യും. നമുക്ക് നോളജ് ഉണ്ടാകത്തില്ല, സ്കിൽസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അവരത് ക്വസ്റ്റ്യൻ ചെയ്യും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആകുക. ഫോൾസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നവർ, ഫോൾട്ട് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നവർ വളരെയധികം കെയർഫുൾ ആയിരിക്കുക. നമ്മളൊരിക്കലും എപ്പോഴും ഓണസ്റ്റി ആകണം. നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം നല്ല ക്ലിയർ ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ഓണസ്റ്റി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. ഇല്ലെങ്കിൽ NMC സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ എല്ലാവരിലോട്ടും എത്തിക്കുക. നമ്മളൊരിക്കലും ഒരു ഫോൾസ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് NMCയിൽ സബ്മിറ്റ് ചെയ്യാതിരിക്കുക. റീസെൻ്റായിട്ട് ഇന്ത്യയിൽ OET സ്കാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് ആഫ്രിക്കൻ കൺട്രികളിൽ CBT സ്കാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം NMCയിലെത്തി അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇതെല്ലാം എവിഡൻസ് ആണ്. അപ്പോൾ അവർ ഇനി വളരെയധികം സ്ട്രിക്റ്റ് ആയിരിക്കും. ഫോൾസ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.